നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോൻ വന്നിരുന്നു. ബാങ്കിലെ കടമെല്ലാം തീർത്ത് ആധാരം കൊണ്ട് തന്നിരുന്നു. ആണോ? നന്നായി. എന്തായാലും അവന്റെ മനസ്സ് മാറിയെന്നർത്ഥം. രാധയെ മറന്ന് വേറെ വിവാഹം കഴിക്കാൻ വിരോധമില്ലെന്ന് തോന്നിക്കാണും ഇപ്പോ. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സന്തോഷകരമായ ബന്ധമാവും ശ്രീധരൻ മാഷിന്റെ മോളുടേത്. ഇനി നമുക്കത് വച്ച് താമസിപ്പിക്കണ്ട. ഇനി ഏതായാലും രാധാ എന്നുള്ള അവന്റെ കരച്ചില് തീർന്നു. നമ്മുടെ ഇഷ്ടത്തിനുള്ള കല്യാണത്തിന് സമ്മതിച്ചില്ലേ? തൽക്കാലം അവൻ പറഞ്ഞതൊന്നും സൂചിപ്പിച്ച് ഇദ്ദേഹത്തിന്റെ മനസ്സ് നശിപ്പിക്കണ്ട. എന്ത് വേണോ ചിന്തിച്ചെടുത്തോട്ടെ, നമുക്കെന്താ. ഇതിപ്പോ ധനുമാസം, മകരം, കുംഭം, മീനം. മീനത്തിൽ നടത്തുന്ന മട്ടിലെ കാര്യങ്ങൾ നീക്കിയാലോ? നീ എന്തു പറയുന്നു? ഇവിടെ നീ ആ പഞ്ചാംഗം ഒന്ന് എടുത്തോണ്ട് വാ. അതൊന്നും നോക്കിയാ നമുക്ക് ഡേറ്റ് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. എല്ലാം തീർന്നു. ഇന്ന് അവസാനിച്ചു എല്ലാം. എന്നും സ്വപ്നം കണ്ട സ്വർഗങ്ങൾ തകർന്നു വീഴുന്ന ഈ സമയത്ത് അവരോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. വന്ന പൂജകൾ നടത്തി സമാധാനമായിട്ട് മടങ്ങി പോകാൻ. എന്റെ കൃഷ്ണ, ഈ നിമിഷം വരെ നീ എന്റേത് മാത്രമാണെന്നായിരുന്നു എന്റെ വിശ്വാസം. ആ വിശ്വാസം അസ്തമിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പരസ്പരം കാണില്ല, ജീവിതത്തിൽ ഒരിക്കലും. ശ്യാമള എന്നെക്കാളും നിന്നെക്കാളും മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീയ. സുഭദ്രയുമായി അടുത്തിടപഴകിയവൾ. അവളെ കണ്ടുവെന്ന് തറപ്പിച്ച് പറഞ്ഞാൽ കണ്ടുവെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. അവളിപ്പോ എവിടെയാണെന്ന് മാത്രമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ആരന്വേഷിക്കണമെന്ന്? നമ്മുടെ എതിരാളി, അതും ആജന്മ ശത്രുവായ ഒരാൾ നമ്മുടെ ദേശത്ത് വന്നാൽ അന്വേഷിച്ചിറങ്ങേണ്ടത് നിന്റെ ഡ്രൈവറും മാനേജറും ഒന്നും അല്ല, നീ സ്വയം തന്നെയാ. പക്ഷെ അമ്മേ, ഒരു സൂചനയും കിട്ടാതെ ഞാൻ എങ്ങോട്ടെന്ന് വെച്ചാ പോയി? നേരിട്ടിറങ്ങി അന്വേഷിച്ചാലേ സൂചനകൾ കിട്ടുകയുള്ളൂ. പണ്ടാരോ പറഞ്ഞിട്ടില്ലേ, വേണമെങ്കിൽ താൻ പോണം, വേണ്ടെങ്കിൽ ആളയക്കണം എന്ന്. സുഭദ്രയെ കണ്ടുപിടിക്കേണ്ടത് അവരുടെ ആരുടെ ആവശ്യമല്ല. അവരുടെ ആവശ്യം നിന്നെ സന്തോഷിപ്പിക്കുക മാത്രം. സുഭദ്ര വന്നിട്ടുണ്ടെങ്കിൽ അവള് വന്നതുപോലെ തിരിച്ചു പോകും മുമ്പ് നീ തന്നെ ഇറങ്ങി അന്വേഷിച്ചാലേ പറ്റൂ. ഞാൻ പോവാമേ.
ഞാൻ പോവാൻ തയ്യാറാ. പക്ഷേ ആ പക്ഷിയുടെ ഉത്തരം ഞാൻ തരാം. ശ്യാമള കണ്ട ആ സ്ത്രീ തൃപ്പങ്ങോട് തറവാടുമായി എന്തെങ്കിലും ബന്ധമുള്ള ആളാണെങ്കിൽ ഉറപ്പായും തൃപ്പങ്ങോട്ടപ്പന്റെ സന്നിധിയിലേക്കായിരിക്കും ആദ്യം എത്തുന്നത്. അതുപോലെ തന്നെ ശ്രീമൂലസ്ഥാനത്തും വന്നിരിക്കാൻ സാധ്യതയുണ്ട്. വേറെ ഒരിടത്തും അന്വേഷിച്ചില്ലെങ്കിലും ഈ 2 സ്ഥലത്തും നീ നേരിട്ട് പോയി അന്വേഷിക്കണം. എപ്പോഴും അവിടെ ഒരു കണ്ണുണ്ടാവുകയും കാവല് നിർത്തുകയും വേണം. എനിക്കുറപ്പാ അവളെ നിന്റെ കയ്യിൽ കിട്ടും. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ. എന്താ, അങ്ങോട്ട് പൊയ്ക്കൂടെ നിനക്ക്? കുറച്ചുകൂടെ വേഗത്തിൽ പോട്ടെ. അവൾ അമ്പലത്തിലോ ശ്രീമൂല സ്ഥാനത്തോ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. അല്ല, തന്റെ ആൾക്കാരെ വിട്ടിട്ടില്ലേ അവൾ എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കാൻ? ഉണ്ട്. അവരന്വേഷിച്ചിട്ട് ശ്രീമൂല സ്ഥാനത്ത് കാണാൻ വരും. നിവേദിച്ച പൊങ്കാലയില് താന്താങ്ങളുടെ പങ്ക് പിന്നീട് തരും. ഇനി ഇവിടെ നടക്കാൻ പോണത് ഈ കുട്ടിയുടെ പ്രത്യേക പൂജയാണ്. കുട്ടിയെ നിങ്ങൾ പെണ്ണുങ്ങൾ തന്നെ ധാര കോരി പട്ടൊടുപ്പിച്ച് ഈ ഹോമകുണ്ടത്തിന് അരികിലിരുത്തിയിട്ട് പോകാം. പൂജ കഴിയുമ്പോ ചിലപ്പോ സൂര്യൻ അസ്തമിച്ചെന്ന് വരും. സമയം എത്രയായാലും ഏകാന്തതയിൽ വേണം മൃത്യുഞ്ജയ പുനരുജ്ജീവന ആവാഹനം നടത്താൻ. അത് നടക്കുമ്പോ പുറമേയുള്ള ഇടപെടലുകൾ പാടില്ല. ഇപ്പോൾ സ്ത്രീകൾ കുട്ടിയെ കൊണ്ടുപോയിക്കോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.